നമസ്കാരം. നമ്മളുടെ ഇന്നത്തെ യാത്ര കുറച്ച് വന്യമൃഗങ്ങളെ കാണാൻ വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോൾ ഉള്ളത് ഇംഗ്ലണ്ടിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഓപ്പൺ സഫാരി പാർക്കാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയും കൊണ്ട് നമുക്ക് പോയി മൃഗങ്ങളെല്ലാം കണ്ടിട്ട് പോരാം. ഇച്ചിരി മുമ്പ് ഒരു ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ ക്യൂ നിന്നില്ലേ, അത് നമ്മളിവിടുത്തെ എൻട്രൻസ് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിന്ന ക്യൂ ആയിരുന്നു. ഇവിടെ നമുക്ക് രണ്ട് രീതിയിൽ ടിക്കറ്റ് എടുക്കാം കേട്ടോ. ഓൺലൈനായിട്ടും എടുക്കാം, ഓഫ്ലൈനായിട്ടും എടുക്കാം. ഓൺലൈനായിട്ട് എടുക്കുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ റേറ്റിൽ വലിയ മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല. പക്ഷേ ഓൺലൈൻ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ ടിക്കറ്റും കൊണ്ട് 2 മാസത്തിനുള്ളിൽ ഒരിക്കൽ കൂടെ നമുക്ക് ഈ സഫാരി പാർക്ക് വിസിറ്റ് ചെയ്യാം. പക്ഷേ ഒറ്റ കണ്ടീഷനാണ് അവർ പറയുന്നത്, നമ്മൾ ഏത് വണ്ടിയും കൊണ്ടാണോ ആദ്യം വരുന്നത് ആ വണ്ടിയും കൊണ്ട് തന്നെയായിരിക്കണം രണ്ടാമത്തെ തവണയും സഫാരി പാർക്ക് വിസിറ്റ് ചെയ്യാനായിട്ട് വരുന്നത്. പിന്നെ ഓഫ്ലൈനായിട്ട് എടുത്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. നമ്മളത് അവിടെ പൈസ കൊടുത്തു, ടിക്കറ്റ് കിട്ടി, ഇവിടെ കയറി കണ്ടു കഴിഞ്ഞു, നമുക്ക് ഇറങ്ങി നമുക്ക് പോവുക എന്നുള്ള ഒരു കാര്യം ഇവിടെ വരുന്നുള്ളൂ. പിന്നെ അടുത്തതായിട്ട് വരുന്നത് ഇതിൻ്റെ സമയം എന്ന് പറയുന്നത് രാവിലെ 9:30 തൊട്ട് 4 മണി വരെയാണ് ഇവരുടെ ഓപ്പണിംഗ് ടൈം ആയിട്ടുള്ളത്. അതായത് 4 മണിക്ക് ഇവർ ഈ സംഭവം അടയ്ക്കും. 3 മണിക്കാണ് ലാസ്റ്റ് എൻട്രി കൊടുത്തേക്കുന്നത്. അതായത് 3 മണിക്ക് ശേഷം ഇവർക്ക് വേറെ ആർക്കും പ്രവേശനം കൊടുക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആണ് എൻട്രി. 3 തൊട്ട് 15 വയസ്സ് വരെയുള്ളവർക്ക് 16 പൗണ്ടും 99 പെൻസുമാണ്. അതിന് മുകളിലേക്കുള്ളവർക്ക് 26 പൗണ്ടും 99 പെൻസുമാണ് വരുന്നത്. ഈ സഫാരി പാർക്ക് എന്നത് ഏകദേശം 360 ഏക്കർ വിസ്തൃതിയുണ്ട് ഇതിന്. അപ്പോൾ നമ്മൾ ഈ റോട്ടിൽ കൂടെ ഇങ്ങനെ റോഡ് ട്രിപ്പ് തന്നെ ഒന്ന് കംപ്ലീറ്റ് ആയി കിട്ടണമെങ്കിൽ ഏകദേശം 1 മണിക്കൂർ സമയമെടുക്കും. അപ്പോൾ ഇവർ പറയുന്നത് നമുക്ക് വീണ്ടും കാണണമെന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് സർക്കിൾ ചെയ്ത് നമുക്ക് വീണ്ടും കാണാം. പക്ഷേ 4 മണിക്ക് മുന്നേ നമ്മളിവിടുന്ന് പുറത്തിറങ്ങണമെന്നൊരു കണ്ടീഷൻ ഇവർ വയ്ക്കുന്നുണ്ട്. പിന്നെ നമ്മളിവിടെ കയറുന്നത് നമുക്കടെ തന്നെ സ്വന്തം വണ്ടിയും കൊണ്ടാണല്ലോ. അപ്പോൾ ഇവരുടെ ഒരു പ്രത്യേകം നോട്ടാണ്, നമുക്കടെ വണ്ടിക്ക് എന്തെങ്കിലും കേടുപാടുകൾ എന്തെങ്കിലും മൃഗങ്ങൾ വരുത്തി സംഭവിച്ചു കഴിഞ്ഞാൽ ഇവർ ഉത്തരവാദികളായിരിക്കത്തില്ല. ഇപ്പം തന്നെ കാണാമല്ലോ, ഒരു കണ്ടാമൃഗം അവിടെ ഇങ്ങനെ കുത്താൻ പോകുന്നത്. പിന്നെ വേറൊരു പ്രത്യേകത, ഇവിടെ നമ്മൾ സാധാരണ എവിടെ പോയാലും നമുക്ക് പെറ്റ്സൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ടുവരുമല്ലോ, പട്ടിയും പൂച്ചയൊക്കെ. പക്ഷേ ഇവിടെ അതിനെ അവർ അനുവദിക്കില്ല എന്ന് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കാര്യം പറഞ്ഞ കരടിയാണുള്ളത്. പക്ഷേ കരടി ദേ അങ്ങ് മരത്തിൻ്റെ മുകളിലിരുന്ന് ഉറങ്ങുവാണ്. വേറെ ഒരെണ്ണം ഇപ്പുറത്തും ഇരുന്ന് ഉറങ്ങുന്നുണ്ട്. അങ്ങനെ കരടിയെ നമുക്ക് വലിയ കാര്യമായിട്ട് കാണാൻ പറ്റിയില്ല കേട്ടോ.
ദേ ഒന്നങ്ങ് നോക്കി, കറുത്ത കളറുള്ള അണ്ണൻ. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. കണ്ടോ ഒരു ട്രെയിൻ വരുന്നത്? ഈ ട്രെയിൻ യാത്ര തികച്ചും ഫ്രീ ആയിട്ടുള്ള സംഭവമാണ്. അതേപോലെ തന്നെയാണ് ദാ ഇതും.
അപ്പോൾ ഒരു ദിവസം രാവിലെ ഇങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകുന്നേരം വരെ നമുക്ക് ഇവിടെ എന്തെങ്കിലും കണ്ടും കേട്ടൊക്കെ അങ്ങ് നിൽക്കാം കേട്ടോ. അതിനുള്ള സംഭവങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. എന്തായാലും പൈസ നഷ്ടമായി അങ്ങനെയൊന്നും തോന്നത്തില്ല. എന്തായാലും ഒരു നല്ല എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ടി വിയിലും ചിത്രത്തിലൊക്കെ കണ്ടിട്ടുള്ള മൃഗങ്ങളെല്ലാം നേരി കാണാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു രസമുള്ള കാര്യമല്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. കൊച്ചൂസ്.